നമ്മൾ ആറന്മുള പോയ ദിവസത്തെ ചെറിയൊരു മിനി വ്ലോഗാണ് ഇത്. നമ്മൾ പോയത് ബസ്സിന് ഇവിടുന്ന് പുളിമുക്കിൽ നിന്ന് നമ്മളൊരു ബസ് കിട്ടി. അതിനാണ് ഞങ്ങൾ മൂന്നിലൂടെ പോയത്. അവിടെ കായംകുളത്ത് നിന്നപ്പോഴത്തേക്ക് അമ്മയമ്മനോട് ഒരു ലോട്ടറി ഒക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോഴത്തേക്ക് പിന്നെ ഡയറക്റ്റ് വണ്ടി കിട്ടി. നമ്മൾ ആ വണ്ടി കയറിയിരുന്ന് നമ്മളെ ആദ്യം കയറിയിരുന്ന് പിന്നീടാവും കുറേ പേര് വന്ന് 10:30 ആയപ്പോഴത്തേക്ക് വണ്ടി എടുത്ത്. വണ്ടിയിൽ അന്യായ ദൂരമായിരുന്നു കേട്ടോ. 2-2.5 മണിക്കൂർ ഇരുന്ന് വന്നേ. അമ്പലത്തിൻ്റെ വാതിക്കലിൽ നമ്മുടെ വണ്ടി കൊണ്ട് ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പഴനിയിലൊക്കെ പോകുന്ന പോലെ, മറ്റേ പഴനി ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. മുകളിലായിട്ട് അമ്പലം. ആദ്യമായിട്ടാണ് ആറന്മുള അപ്പനെ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കയറി വന്നപ്പം നിറയെ തിരക്കും കാര്യങ്ങളൊക്കെ. അവിടെ ഈ വള്ളംകളിയുടെ ആചാരങ്ങളും അതിൻ്റെ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതെന്താണ് എന്തുവാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലായ ഓരോ വീട്ടുകാരും അവരവരുടെ നേർച്ചയായിട്ട് വള്ളസദ്യ നടത്തും. അവർ വള്ളക്കാരോട് പറഞ്ഞ് അവരാണ് ഈ പ്രദക്ഷിണം വെക്കുന്നതും ഭഗവാനെ കൊണ്ടുവരുന്നതും. ഉറക്കെ പാടി വാഴ്ത്തിപ്പാടിയൊക്കെയാണ് അവിടെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് അതിന് ശേഷം അവർ വള്ളത്തിൽ വരും. വള്ളത്തിൽ വന്നിട്ടാണ് ഈ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത്. ഒരു വള്ളം വന്നതാണ് നമ്മളിത് കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ക്യൂ നിൽക്കണം. ക്യൂ നിന്ന് കഴിയുമ്പോഴത്തേക്ക് പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞ് വള്ളക്കാർ വരുമ്പോഴത്തേക്ക് ഈ പരിപാടി നടത്തുന്നത് എന്ന് വെച്ചാൽ നേർച്ച നടത്തുന്ന ഏത് വീട്ടുകാരാണോ അവർ ആചാരങ്ങളും എല്ലാം അനുസരിച്ച് അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആഹാരം തരുന്നത്. ഒരുപാട് കറികളൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നമ്മൾ ഗംഭീര ഊണായിരുന്നു. അത് കഴിച്ചതിലും കൂടുതലും സന്തോഷമായിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നല്ലോ നമുക്ക് ആറന്മുള സദ്യ എന്ന് കേട്ടിട്ടുള്ള, അല്ലാതെ കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് പുറകിൽ നിന്ന് പോയി കൈയൊക്കെ കഴുകി അങ്ങനെ നടന്നു വന്ന് ആറിൻ്റെ അടുത്തിട്ട് നടന്നു വന്നു. എന്ത് രസമാണ് അവിടെയൊക്കെ കാണാൻ. അപ്പോൾ ആരോ പറഞ്ഞു തന്നു പമ്പയാറിനോട് ചേർന്ന ആറാണിത്, ചേരുന്ന ആറാണിത് എന്നൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് വിശദമായിട്ട് അതൊന്നും അറിഞ്ഞുകൂടാ. അതെല്ലാം കണ്ടിട്ട് പതുക്കെ നടന്ന് നമ്മൾ ബസ്സിന് ലക്ഷ്യമാക്കി ഇങ്ങനെ വരുമായിരുന്നു. ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് അതേവഴി തന്നെ നടന്നു വന്നു. നല്ല രസമായിരുന്നു അതുവഴി നടന്നു വരാനും ഒക്കെ. പിന്നെ ഞങ്ങൾ വീട്ടിലും നടന്നാണ് വന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.